ഹലോ സാരഥ്, വടപ്പാക്കം വനിതാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇൻസ്പെക്ടറാണ് സംസാരിക്കുന്നത്. പറ മാം, എന്താ കാര്യം? ഒരു ഷൈനിയെ തട്ടിക്കൊണ്ടുപോയതായി അവരുടെ പാരന്റ്സ് വന്ന് കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. ഒന്ന് സ്റ്റേഷൻ വരെ വരണം. ഓക്കെ മാം, വരാം മാം. ഇന്ന് തീരുമാനാക്കാം. നമ്മുടെ ഏരിയയിലെ പെണ്ണിനെയും പൊക്കി അവൻ എത്ര ധൈര്യത്തോടെ വരുന്ന നോക്കിയേ. അവനൊന്നും ഒരിക്കലും നന്നാവൂലല്ലേ. അവൻ വന്നോളൂ. ക്ഷമിക്ക്. നോക്ക്, നിങ്ങൾ തന്നെ നോക്ക്. എന്റെ മോളെ തട്ടിക്കൊണ്ടുപോയിട്ട് മാഡം വിളിച്ചപ്പോ മാന്യനായിട്ട് വന്ന് നിൽക്കുന്നുണ്ടില്ലേ? അന്വേഷിക്കട്ടെ, പറയൂ മാം. ഞങ്ങൾ രണ്ടുപേരും മേജറാ. നിയമപ്രകാരം രജിസ്റ്റർ മാരേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവര് പറയുന്ന പോലെ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി അങ്ങനെ ഒരു സംഭവം ഇല്ല മാഡം. മാഡം വേണമെങ്കിൽ ഇവരോടൊന്ന് ചോദിച്ചു നോക്കൂ. ശരിയാണോ? തട്ടിക്കൊണ്ടൊന്നും വന്നതല്ല. ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് ഇദ്ദേഹത്തെ കല്യാണം കഴിച്ച്. എനിക്ക് ഇവരെ ഒരുപാട് ഇഷ്ടം. അത് അവർക്ക് ഇഷ്ടമല്ല. വേറൊരുത്തനെ കല്യാണം കഴിക്കാൻ പറയാൻ ഒരുപാട് നിർബന്ധിച്ചു. അതാണ് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തത്. എന്താടി പറയുന്നേ മാഡം? അവൾ ഇത് കൊടുക്കും. അതെ മാഡം, പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങളുടെ മോള് സ്വന്തം ഇഷ്ടത്തിനല്ലേ കല്യാണം കഴിച്ചിരിക്കുന്നത്? ഇല്ല മാഡം, നിയമപ്രകാരം അവര് മേജറാ. ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? എടി നിന്റെ ഏയ്, ഇന്നലെ വരെ അവൾ നിങ്ങളുടെ മകളാ. ഇന്ന് അവൾ എന്റെ ഭാര്യ. ഈ പേടിപ്പിക്കലും വിരട്ടലൊന്നും വേണ്ട. എടി, ഈ നാണക്കേടുകൊണ്ട് അച്ഛന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. സ്വർണ്ണ കൊടുത്തേക്ക്. ഓക്കെ മാഡം. ശരി മാഡം. മര്യാദക്ക് പറ. ഞാൻ കൊന്നിട്ടില്ല. ഞാനാ കൊന്നെന്ന്. സുഹൃത്തല്ലേ മരിച്ചത്? സത്യം പറയടാ. ഞാൻ നല്ലവനാ. നല്ലവൻ നല്ലവൻ എന്ന് പറയുന്നു. നല്ലവൻ എന്താ വേദനിക്കില്ലേ? ഉപ്പുകടലിനെ അമ്മയായിട്ട് കാണുന്ന എന്നെ ഈ ഉപ്പുകല്ല് എന്ത് ചെയ്യാനാ? എന്നെ പറ്റി ജനങ്ങളോട് ചോദിച്ചു. നീ എന്താ ജനസേവകനാ? ഈ മന്ത്രി പദവി ജനസേവനത്തിന് വേണ്ടിയാണെന്ന് വേദിയിൽ പ്രസംഗിച്ചപ്പോ ഇതെല്ലാം കേട്ട് ഞാൻ ഗാന്ധിയനാണെന്ന് വിചാരിച്ചു. ഞാനിരിക്കുന്ന മന്ത്രി കസേര ഉണ്ടല്ലോ, തടി കൊണ്ടുണ്ടാക്കിയതല്ല, 18 പേരെ കൊന്ന കത്തി കൊണ്ടുണ്ടാക്കിയതാ. മന്ത്രിസ്ഥാനം കിട്ടാൻ വേണ്ടി ഞാൻ അത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മന്ത്രിസ്ഥാനം നിലനിർത്താൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തിരിക്കും. ചേട്ടാ, എന്തിനാ സംസാരിച്ചോണ്ടിരിക്കുന്നേ? തീർത്തു വിട്. സാറിന് എന്നെ സാറിന്റെ മകനെ പോലെ കണ്ടൂടെ? എന്റെ മോനെ പോലെ കാണണമെന്നോ? എന്റെ മോനെ എന്ത് പറഞ്ഞാ ഞാൻ വളർത്തിയെന്നറിയോ? നീ കൊള്ളയടി, കഞ്ചാവടി, കൊക്കേനടി, അഴിമതി, കൊല, റേപ്പ് എന്നോടോ ചെയ്. പക്ഷേ എവിഡൻസ് ഒന്നും ഇല്ലാതെ ചെയ്യണമെന്നാ പറഞ്ഞേക്കുന്നേ. എന്താണെന്നറിയോ? ഇവിടെ തെളിവ് കിട്ടാത്തടത്തോളം എല്ലാവരും നല്ലവരാ. ഞാനും നല്ലവനായിരിക്കണ്ടേ? ആ എവിഡൻസ് കൊടുത്തേക്ക് മോനെ. പോടാ. ഇവന്റെ സെൽഫോൺ വാങ്ങിട്ട് ഇവനെ കൊണ്ടുപോയി കെട്ടിയിടാ. തരാ സാറേ, എന്നോട് ക്ഷമിക്കാൻ പറ സാറേ. എന്നെ വെറുതെ വിടണ സാറേ. നമസ്കാരം. എന്താ ലക്ഷ്മി സാറേ, ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? ആ നന്നായി പോകുന്നുണ്ട് സാറേ. മോളെ, നിന്റെ പേരെന്താ? നമസ്കാരം സർ. സന്ധ്യ എന്നാ സർ. സന്ധ്യയോ? സാറേ, മോന്റെ റെക്കമെൻഡേഷൻ എന്നാ ജോലിക്ക് കയറുന്നത്? ഓ, നീ ജോലി നോക്കിയോ? അപ്പോഴേക്കും അവൻ വളച്ചോ? ഒറ്റ ദിവസം കൊണ്ടോ? ഗൗതം, അച്ഛാ, എന്നെ കാട്ടി സ്പീഡിലല്ലേ? ഞാൻ നോക്കിക്കോളാം. അച്ഛൻ പൊക്കോ. ഇപ്പൊ ഒന്നേലേ ഉള്ളൂ. ഞാൻ നോക്കിക്കോളാം. അച്ഛൻ പൊക്കോ. സാറേ, മില്ല് നോൺ സ്റ്റോപ്പായിട്ട് വർക്ക് ചെയ്യട്ടെ? ശരി സാറേ. എല്ലാം ഓക്കേ, കൂടെ സർ. നോക്കിക്കൊള്ളണം. ഞങ്ങൾ നോക്കിക്കോളാം. എല്ലാം നോക്കിയിട്ട് പെട്ടെന്ന് അയക്കേ. ശരി സാർ. മോളെ സന്ധ്യ, നിങ്ങൾ എന്താ ഏട്ടാ? പൊക്കോ പൊക്കോ. ചെറിയ എന്തിനാ? ജോലിയും കൂടെ ഉണ്ട്. മുതലാളി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. മോളെ നിൽക്ക് മോളെ. സന്ധ്യ, എന്റെ മോള് കിടക്കുന്ന കിടപ്പ് കണ്ടോ? എടാ, നീ കരയല്ലേ? ഞങ്ങളൊക്കെ ഇല്ലേ ചെയ്യണം നിനക്ക്? ഞങ്ങളെ വിട്ട് പോയാളിയാ അവള്. കരയല്ലടാ അളിയ, കരയല്ലടാ നീ. അരുണേ, എന്താടാ സംഭവിച്ചേ? മില്ലിൽ ജോലിക്ക് പോയതാണ് അവള്.
ആരാ? എവിടെയാ തലയെറിച്ചവൻ? ആരുടെ കാര്യമാ? നിന്റെ മകൻ ഗൗതം. എടാ ഇത് നോക്ക്, ആരോ വീട്ടിൽ കയറി ബഹളം വെക്കുന്നു. ഡാ, ആരാടാ നീ? ഈ ഏരിയയിൽ വെള്ളമില്ലേ, കറണ്ട് ഇല്ലേ, അതോ റോഡ് കുണ്ടുകുഴിയാണോ? എന്താടാ വേണ്ട നിനക്ക്? നിന്റെ മകനെ വേണം. മിനിസ്റ്റർ വീട്ടിലെ നായെ കാണാൻ വേണ്ടി തന്നെ ഭാഗ്യം വേണം. നീ എന്റെ വീട്ടിൽ നിന്ന് എന്റെ മോനെ കാണണമെന്ന് പറയുന്നോ? നിന്റെ മകനെ എന്റെ കണ്ണി പെടാതെ നോക്കിക്കോ. കണ്ട അപ്പ തന്നെ തീർത്ത് കളയും. ഡാ, ആദ്യം നീ നിന്നെ സൂക്ഷിച്ചോ. എന്തിനാ നീ ഇങ്ങനെ സംസാരിച്ചെന്ന് ജീവിതകാലം മുഴുവൻ നീ ദുഃഖിക്കേണ്ടി വരും. ഞാൻ ദുഃഖിക്കണോ, നീ ദുഃഖിക്കോ, അതോ കുടുംബത്തിന് ദുഃഖിക്കേണ്ടി വരുമോ? അതൊക്കെ അപ്പ അറിയാം. നിന്റെ സംസാരം കൂടുന്നുണ്ട്. ഹലോ സാരഥ്, വീട്ടിലൊരു പ്രശ്നമുണ്ട്. അതൊന്നും പ്രശ്നമില്ല. ഒന്നിനെ പറ്റി പേടിക്കണ്ട. പേടിക്കേ വേണ്ട മാം. എന്തടി വിളിച്ചോടന വന്നല്ലോ? വന്നല്ലേ പറ്റൂ. ഇല്ലെങ്കിൽ നിന്റെ വീഡിയോസ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് നിന്റെ മാനെ ഞാൻ കപ്പൽ കയറ്റും. ദേ നോക്ക്, എന്റെ കല്യാണം ഉറച്ചിരിക്കുക. മര്യാദക്ക് നീ എടുത്ത ആ വീഡിയോ എനിക്ക് തിരിച്ചതാ. ഇതുപോലെ എത്ര പെൺകുട്ടികളെ ഞാൻ അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയോ നിനക്ക്? പക്ഷേ നിന്നെ മാത്രം ഞാൻ കുറച്ച് സ്നേഹിച്ചു പോയി. ഛേ, ലവ് എന്നും പറഞ്ഞു പറ്റിച്ചിങ്ങനെ വീഡിയോ എടുത്ത നിന്നെ പോലുള്ള തെണ്ടികള് ജീവനോട് ഇരിക്കാൻ പാടില്ല. നിക്കടാ തെണ്ടി, ഇന്നത്തോടെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. എന്താടി എന്റെ സ്ഥലത്ത് വന്ന് എന്നെ വരട്ടുന്നു? അല്ല, നീ ഒരു കാര്യം മറന്നോ? നിന്റെ വീഡിയോ ഫുൾ എന്റെ അടുത്തുണ്ട്. ഒന്ന് നോക്ക്. ഇറ്റ്സ് എ ഗുഡ് ക്വാളിറ്റി. അല്ല, ആരുള്ള ധൈര്യത്തില നീ ഇങ്ങനെ സംസാരിക്കുന്നത്? എടാ ഗൗതം, പരനാറി, ഞാനുള്ള ധൈര്യത്തിലടാ. കോടതിയിൽ പോവാതെ, വാദിക്കാതെ, സാക്ഷി പറയാതെ ശരിക്കുള്ള വിധി നടപ്പിലാക്കി.
അതിലൊന്നും കാര്യമില്ല മാഡം, അതെന്റെ കടമയില്ലേ. ഇതാ മാം അവന്റെ ഫോണാ. ഇതെന്തിനാ എന്റെ കയ്യിൽ തരുന്നേ? ഞാൻ എന്ത് ചെയ്യാനാ? നീ തന്നെ അത് നശിപ്പിച്ചേക്ക്. ഇതുപോലെ എത്ര പേരുടെ ജീവിതം നശിപ്പിച്ച തെളിവുകൾ അതിനകത്തുണ്ടാവും. എല്ലാം നശിപ്പിച്ചേക്ക്. ശരി മാം, ഞാൻ നോക്കിക്കോളാം. ചേട്ടാ ഒരുപാട് നന്ദി. ഇനിയെങ്കിലും അമ്മ പറയുന്നത് കേൾക്ക്. ശരി ഏട്ടാ.